ജ്ഞാനവിജ്ഞാന യോഗം, 7ാമത്തെ അധ്യായം. അപ്പൊ കഴിഞ്ഞ അധ്യായത്തില് പറഞ്ഞൂലെ, കഴിഞ്ഞ അധ്യായത്തിൽ എന്താണ് സൂചിപ്പിച്ചത്? ആരാണ് യോഗിമാരില് ഏറ്റവും ഉത്കൃഷ്ടൻ ആരാണ്? യോഗിമാരിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളാരാണ് എന്ന് ഭഗവാൻ പറഞ്ഞു അല്ലെ കഴിഞ്ഞ അധ്യായത്തില്. ആരാണ് യോഗിമാരിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളാരാണ്? അതിതാണ് ഈശ്വരൻ. സർവവ്യാപിയാണ്. അതേപോലെ സർവശക്തനാണ്, സർവജ്ഞനാണ്. ഇത് ഗുരുവാണ് ഉപദേശിക്കുക അല്ലെ. ഗുരു പറഞ്ഞു കൊടുക്കും ആദ്യം. ഗുരു പറയുന്ന കാര്യങ്ങളാണ്. ഈശ്വരൻ സർവശക്തനാണ്, ഈശ്വരൻ സർവവ്യാപിയാണ്, സർവജ്ഞനാണ്. അപ്പൊ ഇതൊക്കെ ഗുരു ഉപദേശിക്കുന്നു, ഗുരു പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ആ ഗുരുവാക്യത്തിൽ വിശ്വാസം ഉണ്ടാവുക, ഗുരുവാക്യത്തിൽ വിശ്വസിക്കുക. പിന്നെ ശാസ്ത്രം പറയുന്നതിൽ ശാസ്ത്രത്തിന്റെ തീരുമാനവും അത് തന്നെയാണ്. അപ്പൊ ഗുരുവാക്യം, ശാസ്ത്രത്തിന്റെ തീരുമാനം, ഇതൊക്കെ വിശ്വസിച്ച് എല്ലായിടത്തും ആ സത്യത്തെ ഭാവന ചെയ്ത് അനുഭവിക്കുന്ന യോഗിയാണ് യോഗ്യമാരിൽ ഉത്കൃഷ്ടൻ എന്നാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്. എല്ലായിടത്തും എന്നെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആള്, അതാണ് ഭഗവാൻ പറഞ്ഞത്. അവസാനം പറഞ്ഞതാണ് ഗുരു സത്യാന്വേഷി അല്ലെ, സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആള്. അദ്ദേഹം യോഗാഭ്യാസത്തിലൂടെ, യോഗാഭ്യാസം എന്ന് പറഞ്ഞാൽ രാവിലെ ചെയ്യുന്ന യോഗാസനങ്ങളല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. യോഗാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിന്റെ സമനില പരിശീലിക്കലാണ് യോഗം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു സത്യാന്വേഷി യോഗം അഭ്യസിച്ച് ആ യോഗാഭ്യാസത്തിലൂടെ അദ്ദേഹത്തിന് ആത്മാനുഭവം ഉണ്ടാവുന്നു. ആ ആത്മാനുഭവത്തിലൂടെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റുന്നു എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ ആശ്രയമായിരിക്കുന്നത് ഒരു സത്യമാണ്, ഒരു വസ്തുവാണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. പിന്നെയോ ആ സത്യത്തിന്റെ, ആ പ്രപഞ്ചത്തിന് ആശ്രയമായിരിക്കുന്ന ആ ബോധം അല്ലെങ്കിൽ ആ സത്യം, അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം അദ്ദേഹം അനുഭവത്തിലൂടെ തിരിച്ചറിയുന്നു, യുക്തി കൊണ്ടും തിരിച്ചറിയുന്നു എന്നാണ്. 7ാമത്തെ അധ്യായത്തില് ഇനി പറയാൻ പോകുന്ന അങ്ങനെയാണ്. എങ്ങനെയാണ് അത് അതിലേക്ക് വരുന്നത്? അദ്ദേഹം ആദ്യം യുക്തി കൊണ്ടാണ് അനുഭവിച്ചറിയുന്നത്, പിന്നെ യുക്തി കൊണ്ട് അറിയുന്നു, യുക്തിയുടെ തലത്തിൽ. അതാണ് സിദ്ധാന്തപരമായിട്ടുള്ള അറിവ് എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ അത് തന്നെ അനുഭവത്തിലൂടെയും അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നു. അതാണ് 7ാമത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത്. എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇനിയുള്ള 6 അധ്യായങ്ങള്, 7, 8, 9, 10, 11, 12, ഇനിയുള്ള 6 അധ്യായങ്ങള് ഇപ്പോ തത്വമസി അല്ലെ, ഉപനിഷത്ത് മഹാവാക്യാണ് തത്വമസി എന്ന് പറയുന്നത് ഛാന്തോക്യ ഉപനിഷത്തിൽ. തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീയാകുന്നു, ഗുരുവിന്റെ ഉപദേശമാണ്, അത് നീയാകുന്നു. അപ്പൊ അതില് തത് എന്ന ആ പദത്തിന്റെ അർത്ഥം, തത് എന്ന് കൊണ്ട് ചോദിക്കുക, തത് എന്ന് പറഞ്ഞാൽ അത് എന്നാണ് അർത്ഥം. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മം. തത് ത്വമസി എന്നാണ്, അത് നീയാകുന്നു. അതെന്ന് പറഞ്ഞാൽ ബ്രഹ്മം, നീ അന്വേഷിക്കുന്നത് നീയാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിൽ തത് എന്ന പദത്തിന്റെ അർത്ഥം അത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിനെ കുറിച്ചുള്ള വിവരണമാണ് ഇതിലൂടെ പറയാനായിട്ട് പോകുന്നത് 7ാമത്തെ അധ്യായത്തിൽ. അപ്പൊ 7ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും എന്തിനെ കുറിച്ചാണ് പറയാൻ പോകണമെന്നുള്ളതാണ് 1ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത്. 1ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. ശ്രീ ഭഗവാനുവാച. ഭഗവാനുവാച മയ്യാസക്തമനഃ പാർത്ഥ യോഗൈർജന്മദാശ്രയഃ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തച്ഛൃണു. 1ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, മയ്യാസക്തമനാ പാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയഃ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തച്ഛൃണു. ഭഗവാൻ, ശ്രീ ഭഗവാനുവാച, ഭഗവാൻ പറഞ്ഞു. എന്താ പറഞ്ഞു? അർജുനോട് പറയണം, പാർത്ഥ മയ്യാസക്തമനാ പാർത്ഥ. പാർത്ഥ അല്ലയോ അർജുന. മയ്യാസക്തമനാണ് മൈ എന്ന് പറഞ്ഞാൽ എന്നിൽ, എന്ന് പറഞ്ഞാൽ പരമാത്മാവായ എന്നിൽ എന്നർത്ഥം. ആസക്തമന, എന്നോട് ആസക്തിയോടുകൂടി എന്ന് പറഞ്ഞാൽ കാണാനുള്ള ആഗ്രഹത്തോട്, കൊതിയോടുകൂടി എപ്പോഴും മനസ്സ് എന്റെ കൂടെ പറ്റി നിൽക്കുന്നവനും എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ മദാശ്രയ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ പരമലക്ഷ്യം ആയിട്ട് എന്നെ തന്നെ അംഗീകരിച്ചവരുമായിട്ടുള്ള നീയ്. അതാണ് അർജുനോട് പറയുന്നതാണ്. യോഗമുഞ്ചൻ എന്ന് പറഞ്ഞാൽ നേരത്തെ വിവരിച്ച പ്രകാരമുള്ള, നേരത്തെ പറഞ്ഞു തന്നല്ലോ നിനക്ക്, അത് പ്രകാരമുള്ള
ആ ധ്യാന സമാധി അല്ലെ, അതിലൂടെ സമദർശനത്തിലേക്ക് എത്തുന്ന ഒരു യോഗം നീ ക്രമത്തിൽ അഭ്യസിച്ച് നീ പാകമാകുമ്പോ യഥാമാം എന്ന് പറഞ്ഞാൽ എപ്രകാരമാണോ എന്നെ സമഗ്രം അസംശയം ജ്ഞാസ്യസി എന്നാണ്. സമഗ്രമായിട്ട് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് സമ്പൂർണമായിട്ട് അസംശയം, സംശയമില്ല, ഒട്ടും സംശയമില്ലാതെ അനുഭവിച്ചറിയുമോ തത്സൃണു, അത് കേട്ടുകൊള്ളൂ എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് എന്നെ അനുഭവിക്കുക? അതാണ് ജ്ഞാന വിജ്ഞാന യോഗമാണത്. അപ്പൊ നീ നേരത്തെ കേട്ടു കഴിഞ്ഞു അല്ലെ, എന്നെക്കുറിച്ച് എന്താണ്, എന്നിലേക്ക് എങ്ങനെ വരേണ്ടത്, യോഗം അഭ്യസിക്കേണ്ടതെന്നൊക്കെ കേട്ട് കഴിഞ്ഞു. ഇനി എന്നെ എങ്ങനെയാണ് അനുഭവിക്കുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളൂ, അതിനെക്കുറിച്ച് പറയാവുന്നവരാണ്. അർജുനോട് പറയുകയാണ്, അല്ലയോ അർജുന, പരമാത്മാവായ എന്നില് കാണാനുള്ള ആഗ്രഹത്തോടുകൂടി എപ്പോഴും എന്നിൽ പറ്റി നിൽക്കുന്ന മനസ്സോടുകൂടിയവനും, അതുപോലെ ജീവിതത്തിന്റെ പരമലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എന്ന് അംഗീകരിച്ചവനുമായ നീ. അപ്പൊ അർജുനൻ അത് ബോധ്യമായിട്ട്, അർജുനന്റെ ലക്ഷ്യം എന്നുള്ളത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ അംഗീകരിച്ചിരിക്കുന്ന നീ നേരത്തെ പറഞ്ഞു തന്ന പ്രകാരമുള്ള ധ്യാന സമാധി, ആ സമദർശനത്തിലേക്ക് എത്തിക്കുന്ന യോഗം നീ ക്രമത്തിൽ അഭ്യസിച്ച് പാകമാകുമ്പോൾ എപ്രകാരമാണോ എന്നെ പൂർണ്ണമായിട്ടും സമ്പൂർണമായിട്ടും ഒരു സംശയവുമില്ലാതെ അനുഭവിച്ചറിയുന്നത് അത് കേട്ടുകൊള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് അസംശയം സമഗ്രം എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞു, ഇനി തുടർന്നുള്ള 6 അധ്യായങ്ങൾ, 7-ാമത്തെ അധ്യായം മുതൽ 12-ാമത്തെ അധ്യായം വരെ ബ്രഹ്മത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതില് ഈ 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ ബ്രഹ്മത്തെ എങ്ങനെ അറിയാമെന്ന് പറഞ്ഞേക്കും. അസംശയം, ഒരു സംശയമില്ലാതെ അറിയാൻ പറ്റുന്നതാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ട് കഴിഞ്ഞാൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അറിയുന്നത്? ഒട്ടും സംശയമില്ലാത്ത രീതിയിൽ. പിന്നെയോ സമഗ്രം, സമ്പൂർണമായ രീതിയിൽ അറിയാൻ പറ്റും എന്നാണ് ബ്രഹ്മത്തെ കുറിച്ച്. അപ്പൊ ഇതില് എന്താ സൂചിപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ വേദാന്തം നമ്മൾക്ക് കാണിച്ചു തരുന്ന സത്യം, വേദാന്തത്തിലെ സത്യം എന്താന്ന് പറയുന്നത്, ആ സത്യം എന്നുള്ളത് അവ്യക്തതയുള്ളതല്ല എന്നാണ്, വ്യക്തമായിട്ടാണ് പറഞ്ഞു തരുന്നത്. എന്താണ് സത്യം അല്ലെ, ബ്രഹ്മം എന്താണ്, ഈശ്വരൻ എന്താണ്, സത്യം എന്താണെന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു. അപ്പൊ വേദാന്തത്തില് നമുക്ക് പറഞ്ഞു തരുന്ന ആ സത്യം എന്ന് പറയുന്നത് അവ്യക്തമല്ല, സ്വല്പവും അല്പവുമല്ല എന്നാണ്, വ്യക്തമായിട്ടാണ് അത് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോ വേദാന്തത്തിൽ പറയുന്ന ആ സത്യം ഒരാൾക്ക് ഒട്ടും സംശയമില്ലാതെ തെളിയാൻ പറ്റും, അദ്ദേഹത്തിന് ബോധ്യം വരും എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ബോധ്യം വരിക വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയിലൂടെ അല്ലെ, കാര്യങ്ങള് കേട്ട് മനസ്സിലാക്കുക, യുക്തിയിലൂടെ കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ മനനം ചെയ്ത് യുക്തി വിചാരം ചെയ്ത് ഉറപ്പിക്കുക, പിന്നെ അനുഭവത്തിലൂടെ. അപ്പൊ ഈ 3 രീതിയിൽ ഒരാൾക്ക് സംശയം ഒട്ടുമില്ലാതെ തന്നെ ഇത് ഒരാൾക്ക് തെളിഞ്ഞു വരും എന്നാണ് പറയുന്നത് ഉള്ളില്. വേദാന്തത്തിലെ സത്യം എന്ന് പറയും. അപ്പൊ അതില് ഒട്ടും സംശയം ഉണ്ടാവില്ല, അത് സമ്പൂർണമാണ് അനുഭവം, അറിവ് എന്നാണ് പറയുന്നത്. പക്ഷെ എപ്പോഴാണത് ആ ഒരു അവസ്ഥയിൽ എത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഒട്ടും സംശയമില്ല, അസംശയമായ രീതിയിൽ, സമഗ്രമായ രീതിയിൽ, സമ്പൂർണമായ രീതിയിൽ എപ്പോഴാണ് സത്യാനുഭവം ഉണ്ടാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോഗാഭ്യാസം ക്രമത്തിൽ പുരോഗതി പ്രാപിച്ച് എവിടെ എത്തി നിൽക്കാം? സർവത്ര സമദർശനം. നേരത്തെ പറഞ്ഞല്ലോ അല്ലെ, ആദ്യം ധ്യാനയോഗം, പിന്നെ സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി, സർവത്ര സമദർശനം, നിരന്തരമായ ബ്രഹ്മനിഷ്ഠ. അപ്പൊ അതിലേക്ക് എത്തും. ആ സർവത്ര സമദർശനം എന്നുള്ള ആ സ്റ്റേജിലെത്തി പാകത വരുമ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള സംശയം തീരെ ഇല്ലാതെ ആവുക. സംശയം, ഒട്ടും സംശയമില്ലാത്ത രീതിയിൽ സമ്പൂർണമായിട്ടുള്ള സത്യാനുഭവം ഉണ്ടാകുന്നത് ആ സ്റ്റേജിൽ എത്തുമ്പോഴാണ്. അത് മറക്കരുത് എന്ന് പറയാം. അപ്പൊ ഈ യോഗം എന്താണെന്നുള്ളത് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു അല്ലെ, അതെങ്ങനെയാണ്, അതിന്റെ ക്രമം എന്താണെന്നുള്ളത് കഴിഞ്ഞ അധ്യായത്തിൽ വിവരിച്ചു. അതാണ് ധ്യാനയോഗം. അതിലൂടെ സവികൽപ്പ സമാധി അവസ്ഥ, നിർവികൽപ്പ സമാധി, സർവത്ര സമദർശനം. അപ്പൊ അതിലെത്തുമ്പോഴാണ് അപ്പോൾ സമ്പൂർണമായിട്ടുള്ള അനുഭവം ഉണ്ടാവുള്ളൂ, സംശയം ഒട്ടുമില്ലാതെ വ്യക്തമായിട്ടുള്ള അനുഭവം ഉണ്ടാവുന്നത് അപ്പോഴാണ് എന്നാണ്. അപ്പൊ 7-ാമത്തെ അധ്യായത്തില് ആ യോഗം പാകമായി കഴിഞ്ഞാൽ പിന്നെ ക്രമത്തില് ഉണ്ടാവുന്ന ആ സത്യാനുഭവത്തിനെ കുറിച്ചാണ് വിവരിക്കുന്നത് 7-ാമത്തെ അധ്യായത്തില്. അപ്പൊ ഭഗവാൻ ഇനി തുടർന്ന് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം അർജുനനോട്. എന്താണ് ഞാൻ പറയാൻ പോകുന്ന ആ ജ്ഞാനത്തെ, എന്തുകൊണ്ടാണ്
അസംശയം സമഗ്രം എന്നൊക്കെ ഞാൻ വിശേഷിപ്പിച്ചത്. അതിനുള്ള കാരണമാണ് അടുത്ത ശ്ലോകത്തില് ഭഗവാൻ പറയാനായിട്ട് പോകുന്നത്. 2ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. ജ്ഞാനം ദേഹം സവിജ്ഞാനം ഇദം വക്ഷ്യാമ്യശേഷസഃ യജ്ഞാത്വന്യേഹ ഭൂയോന്യജ്ഞാതവ്യമവശിഷ്യതേ. എങ്ങനെയാണെന്നുള്ളത് പറയാണ്. ജ്ഞാനം തേഹം സവിജ്ഞാനം ഇദം വക്ഷ്യാമ്യശേഷതഃ യജ്ഞാത്വാ നേഹ ഭൂയോന്യത് ജ്ഞാതവ്യമവശിഷ്യതേ. അതാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് സമഗ്രമാണ്, അസംശയമാണെന്ന് പറയാനുള്ള കാരണം ചോദിച്ചാൽ യജ്ഞാത്വ യജ്ഞാത്വ എന്ന് പറഞ്ഞാൽ ഏതൊന്നറിഞ്ഞു കഴിഞ്ഞാലാണോ ഈ പ്രപഞ്ചത്തില്, ഏതൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാലാണോ ഈ പ്രപഞ്ചത്തില് പിന്നെ വേറെ ഒന്നും അറിയേണ്ടതായിട്ട് ഇല്ലാതിരിക്കുന്നത്, അവശേഷിക്കാതിരിക്കുന്നത്, അങ്ങനെയുള്ള അറിവിനെ വിജ്ഞാനസഹിതം അനുഭവത്തോടുകൂടി ഒട്ടും തന്നെ ബാക്കിയില്ലാതെ ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാമെന്ന് പറയാം. അപ്പൊ ഇതാണ് അറിയേണ്ടത്, അല്ലെ? എന്താണ് അറിയേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരു അറിവ് കിട്ടിയാലാണോ ഇനി എനിക്ക് ഒന്നും അറിയേണ്ടതായിട്ടില്ല എന്ന തിരിച്ചറിവ് വരുന്നത്, അല്ലെങ്കിൽ അനുഭവം ഉണ്ടാവുന്നത്, ആ അറിവാണ് നമ്മൾ സമ്പാദിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അർജുനോട് ഭഗവാൻ പറയുന്നത്, ആ അറിവിനെ അനുഭവത്തോടുകൂടി നിനക്ക് ഒട്ടും തന്നെ ബാക്കിയില്ലാതെ നിനക്ക് ഉപദേശിച്ചു തരാ എന്ന് പറയും. വക്ഷ്യാമ്യശേഷത, ഒട്ടും ബാക്കി വെക്കാതെ എന്നാണ്. ആ അറിവിനെ അനുഭവത്തോടുകൂടി അർജുനൻ ഉപദേശിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നതാണ്. അപ്പൊ എന്താണ് ജ്ഞാനം, വിജ്ഞാനം, അല്ലെ? അപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധാന്തപരമായ അറിവ്. നമ്മൾ ഉപദേശ രൂപേണ കേട്ടു, പിന്നെ യുക്തി ഉപയോഗിച്ച് നമ്മളത് ഉള്ളിൽ ഉറപ്പിക്കുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ബുദ്ധിയുടെ തലത്തിൽ ഉറച്ചു ജ്ഞാനം, അതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇനി ബുദ്ധിയുടെ തലത്തില് യുക്തി കൊണ്ട് ബോധ്യം വന്നിട്ടുള്ള ആ ജ്ഞാനത്തെ നേരിട്ട് അനുഭവിച്ചറിയുന്നതിനാണ് വിജ്ഞാനം എന്ന് പറയും. അപ്പൊ ഇവിടെ അതാണ് ജ്ഞാന വിജ്ഞാന യോഗം എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ അത് അനുഭവിച്ചറിയലാണ് ഇവിടെ വിജ്ഞാനം. അപ്പോ ഇവിടെ എല്ലാം ബ്രഹ്മമാണ്, സർവം ബ്രഹ്മമയം, അല്ലെ? സർവത്ര ബ്രഹ്മമയമാണ് പ്രപഞ്ചം. ഈ സത്യം ആദ്യം ഗുരുമുഖത്ത് നിന്ന് കേൾക്കണം. ഗുരുവിൽ നിന്ന് അത് കേൾക്കുന്നു, ഉപദേശ രൂപേണ കേൾക്കുന്നു. എന്നിട്ട് എന്ത് വേണം? വിചാരം ചെയ്യണം, ശാസ്ത്ര വിചാരം ചെയ്യണം. ശാസ്ത്രം മനസ്സിലാക്കണം, വിചാരം ചെയ്യണം. പിന്നെ വിചാരം ചെയ്ത് ആ കേട്ട കാര്യം പല യുക്തികളിലൂടെയും ഒക്കെ വിചാരം ചെയ്ത് അത് യുക്തിപൂർവം ഉള്ളിൽ ഉറപ്പിക്കുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. സിദ്ധാന്തപരമായിട്ടുള്ള അറിവാണ് ജ്ഞാനം. ഇനി അതെങ്ങനെയാണ് വിജ്ഞാനമായി മാറാൻ ചോദിച്ചു കഴിഞ്ഞാൽ, അത് ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെ, ആ സത്യം അറിയണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് യോഗം അഭ്യസിച്ച് അത് പാകപ്പെടുമ്പോ സർവം ബ്രഹ്മമയം എന്ന് അനുഭവിക്കാനായിട്ട് സാധിക്കും. ആ അനുഭവമാണ് വിജ്ഞാനം. അതാണ് അനുഭവജ്ഞാനം എന്നാണ് അതിന് പറയുന്നത്. അതാണ് വിജ്ഞാനം എന്ന് പറയും. ഇപ്പൊ 4 ഉപനിഷത് വാക്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, അല്ലെ? തത്വമസി, പിന്നെന്താണ്? പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി. ഇതാണ് 4 മഹാവാക്യങ്ങൾ ഉപനിഷത്തിൽ പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ്? ആദ്യം ഗുരു ശിഷ്യനെ ഉപദേശിക്കണം, തത്വമസി എന്ന് ഉപദേശിക്കണം. അപ്പൊ ഗുരു ശിഷ്യന്മാർക്കൊക്കെ ഉപദേശിക്കുന്നുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴാണ് അതിൽ ഒരു ശിഷ്യന് ഇത് കേട്ടത് മനസ്സിലായില്ല, തത്വമസി എന്ന് പറഞ്ഞൊന്നും മനസ്സിലായില്ല, സത്യം ഉപദേശിച്ചിട്ട് മനസ്സിലായില്ല. അപ്പൊ ഈ ശിഷ്യൻ ഗുരുവിനെ ഒറ്റയ്ക്ക് ചെന്ന് കാണുകയാണ്, തനിച്ച് ചെന്ന് കാണുന്നു. ഗുരുവിനോട് പറയണം, എനിക്ക് മനസ്സിലായില്ല, പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല എന്ന്. അപ്പൊ ഗുരു വീണ്ടും ഉപദേശിച്ചു, തത്വമസി എന്നുള്ള വാക്യം ഉപദേശിച്ചു. അപ്പൊ തത്വമസി എന്നുള്ള വാക്യം ഉപദേശിച്ചു ഗുരു പറഞ്ഞു, ഇനി ഈ വാക്യത്തെ ഇനി മനനം ചെയ്യൂ, മനനം ചെയ്ത് ഉറപ്പിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരാഴ്ച സമയം കൊടുത്തു, കുറച്ച് ദിവസം സമയം കൊടുത്തു. അപ്പൊ ശിഷ്യൻ പോയി, തിരിച്ചുപോയി. അദ്ദേഹം കുറച്ച് ദിവസം ഇതിങ്ങനെ മനനം ചെയ്തു, തത്വമസി തത്വമസി ഇതിങ്ങനെ എന്താണെന്നുള്ളത് മനനം ചെയ്തു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ഗുരുവിന്റെ അടുത്ത് എത്തുകയാണ്. അപ്പൊ ഗുരുവിനോട് പറഞ്ഞു, എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല, ഞാൻ മറ്റുള്ള ശിഷ്യന്മാരെ പോലെയല്ല, എനിക്ക് അത്ര ബുദ്ധി വികാസമൊന്നും ഇല്ല, അപ്പൊ ഇതെനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല, ഇനിയും എന്താണ് തത്വമസി. അപ്പൊ ഗുരു അടുത്ത വാക്യം ഉപദേശിച്ചു, പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞു. പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ
അറിവ്, ബോധം എന്നൊക്കെ പറയാം. അറിവാണ് ബ്രഹ്മം എന്ന് ഉപദേശിച്ചത്, പ്രജ്ഞാനം ബ്രഹ്മം. എന്നിട്ട് പറഞ്ഞു ഇനി ഇതിനെ നീ മനനം ചെയ്യൂ, എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് വരൂ, കുറച്ച് ദിവസം മനനം ചെയ്യൂ. അപ്പൊ ശിഷ്യൻ വീണ്ടും തിരിച്ചുപോയി, കുറച്ചു ദിവസം വീണ്ടും ഈ വാക്യം മനനം ചെയ്തു, പ്രജ്ഞാനം ബ്രഹ്മ, അറിവാണ് ബ്രഹ്മം എന്ന് പറഞ്ഞതിന് മനനം ചെയ്തു. വീണ്ടും തിരിച്ചു വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഗുരുവിനോട് പറഞ്ഞു ഇപ്പോഴും എനിക്ക് പിടികിട്ടിയില്ല, മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ടും മനസ്സിലായില്ല. അപ്പൊ ഗുരു അടുത്ത വാക്യം ഉപദേശിച്ചു, അയമാത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞു. അയമാത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഈ ആത്മാവുണ്ടല്ലോ അത് ബ്രഹ്മം തന്നെയാണ്. അത് കേട്ട് വീണ്ടും ശിഷ്യൻ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ശിഷ്യൻ വളരെ സന്തോഷമായിട്ട് ആഹ്ലാദത്തോടു കൂടി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, തിരിച്ചു പറയുന്നതാണ് അഹം ബ്രഹ്മാസ്മി, അതാണ് അനുഭവം എന്ന് പറഞ്ഞു. അഹം ബ്രഹ്മാസ്മി. അപ്പൊ ഗുരു അവസാനം ഉപദേശിച്ചു കൊടുത്തത് അയമാത്മാ ബ്രഹ്മ എന്നാണ്. ഈ ആത്മാവുണ്ടല്ലോ അത് ബ്രഹ്മമാണ്. അത് പറഞ്ഞു കൊടുത്തപ്പോൾ അത് മനനം ചെയ്തപ്പോൾ ശിഷ്യന് മനസ്സിലായി ഞാൻ ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി. മനസ്സിലായി? അതാണ് അനുഭവജ്ഞാനം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ആദ്യം കിട്ടിയത് ജ്ഞാനം, ആദ്യം കൊടുത്തത് ജ്ഞാനം, പിന്നെ അത് വിജ്ഞാനത്തിലേക്ക് വന്നു. അപ്പോ യോഗം അഭ്യസിച്ച് പാകപ്പെട്ട് എല്ലാം സർവം ബ്രഹ്മമയം എന്ന അനുഭവം വരുന്നതാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് അനുഭവജ്ഞാനം. അപ്പൊ ആ സിദ്ധാന്തം അല്ലെ, ആ ഒരു സിദ്ധാന്തം അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സംശയം ഉണ്ടാവില്ല. പിന്നെ സംശയിക്കാൻ യാതൊരു വകുപ്പുമില്ല അതിനകത്ത്. കാരണം അത് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ശ്ലോകത്തിൽ ആദ്യം പറഞ്ഞു, ഒന്നാമത്തെ പദ്യത്തിൽ പറഞ്ഞു അസംശയം എന്ന് പറഞ്ഞു അല്ലെ. എന്തുകൊണ്ടാണ് അസംശയം എന്ന് പറയാൻ കാരണം ഇതാണ്, അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംശയമില്ല. അപ്പൊ ഈ ജ്ഞാനം അനുഭവത്തോടു കൂടി ഉപദേശിച്ചു കഴിഞ്ഞാലോ പിന്നെ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ അറിയേണ്ടതായിട്ട് ബാക്കിയില്ല എന്ന്. കാരണം എല്ലാം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ എല്ലാം നിലനിൽക്കേണ്ടതെന്ന് തോന്നുന്നത് അതിലാണ്, ബ്രഹ്മത്തിലാണ്. അപ്പൊ അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും അറിയേണ്ടതായിട്ടില്ല എന്നാണ്. അപ്പൊ ഈ നമ്മള് ഉണ്ടായി നിലനിന്ന് മറഞ്ഞു പോകുന്ന ഈ ദൃശ്യങ്ങള് അല്ലെങ്കിൽ ഈ ജഡദൃശ്യങ്ങള്, ജഡദൃശ്യമായിട്ട് കാണപ്പെടുന്ന ഈ പ്രപഞ്ചം ഏതിൽ നിന്നാണ് ഉണ്ടാവുന്നത്, ഏതിലാണ് നിലനിൽക്കുന്നത്, ഏതിലാണ് തിരിച്ചു ലയിക്കുന്നത്, ഇതാണ് അന്വേഷിക്കേണ്ട കാര്യം. ഇതാണ് സത്യാന്വേഷണം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഈ ചുറ്റും കാണുന്നതിന്റെ സത്യം എന്താണ് യഥാർത്ഥത്തിൽ. അപ്പൊ അതിന്റെ സത്യം അന്വേഷിക്കുമ്പോൾ അത് എവിടെ നിന്നുണ്ടായി എന്ന് അന്വേഷിക്കണം അല്ലെ. അത് എന്തിലാണ് നിലനിന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം, അത് അന്വേഷിക്കണം. ഇനി അത് തിരിച്ച് പലതും ഉണ്ടായിട്ട് അപ്രത്യക്ഷമാവുന്നുണ്ട്, ഇവിടെ കാണാതാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായി നിലനിന്ന് തിരിച്ചു പോകുന്നത് എവിടേക്കാണ്, ഇതറിയണം. ഇതറിഞ്ഞാൽ സത്യം അറിഞ്ഞു എന്നുള്ള, ഇതാണ് അന്വേഷണം എന്ന് പറയുന്നത്. അപ്പോ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി ഇത് എവിടെ നിന്നുണ്ടായി, അല്ലാതെ എവിടെ നിലനിൽക്കുന്നു, ഇത് നാശം, ഇതിനൊക്കെ ഈ മൂന്ന് കാര്യങ്ങളിൽ. അപ്പൊ ഇതിന് പുറകിലുള്ള പരമമായ കാരണം എന്താണ്, ഇതാണ് അന്വേഷണം, സത്യാന്വേഷണം എന്ന് പറയുന്നത്. ഇതാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്, ഭഗവാൻ പ്രതിജ്ഞ ചെയ്യുന്നത് എന്താണ്, ഈ പരമമായ കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ പരമമായ കാരണം അത് ബ്രഹ്മമാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബോധാനന്ദ സ്വരൂപമാണ്. അപ്പൊ ബോധാനന്ദ സ്വരൂപമായ ബ്രഹ്മമാണ് പ്രപഞ്ചത്തിന്റെ പരമമായ കാരണം എന്നുള്ള സത്യം, ആ ജ്ഞാനം അനുഭവത്തോടുകൂടി നിനക്ക് ഉപദേശിക്കാം എന്നാണ് ഭഗവാൻ പ്രതിജ്ഞ ചെയ്യുന്നത് അർജുനനോട്. കാരണം പരമമായ കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും അറിയാനില്ല. കാരണം പരമമായ കാരണം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ വേറൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും തന്നെ അറിയാനില്ല. അപ്പൊ ആ പരമമായ കാരണത്തില് ഉണ്ടായി നിലനിന്ന് മറയുന്ന എല്ലാ കാര്യങ്ങളും അത് തന്നെ ആവാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലെ. ഇപ്പൊ സമുദ്രജലത്തില് സമുദ്രത്തില് തിരമാലകൾ ഉണ്ടാവുന്നു. സമുദ്രജലത്തിൽ നിന്നാണ് തിരമാലകൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ തിരമാലകളും യഥാർത്ഥത്തിൽ എന്താണ്, ജലം തന്നെയാണ്, വെള്ളം തന്നെയാണ് അല്ലെ. തിരമാലകള് പേരും രൂപവും മാറി എന്നുള്ളൂ. വെള്ളത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് തിരമാലയ്ക്ക് ഒരു രൂപം വന്നു, അതിനൊരു പേരും ഉണ്ടായി. പക്ഷെ നാമവും രൂപവും മാറി എന്നുള്ളത് കൊണ്ട് അത് വെള്ളമല്ലാതാവുന്നില്ല. മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പൊ ഇവിടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഇവിടെയുള്ള പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും, എല്ലാ സർവ്വചരാചരങ്ങളും ഉണ്ടായിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ നിന്നാണ്. അപ്പൊ ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായത് കൊണ്ട്, അതിന്റെ കാരണം ബ്രഹ്മമായതുകൊണ്ട് ഈ ഉണ്ടായത് മുഴുവൻ ബ്രഹ്മമല്ലാതെ
വേറൊന്നും ആവാൻ സാധ്യല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? വളരെ കട്ടിയായിട്ട് തോന്നുന്നുണ്ടോ? അല്ലെ? അതാണ് ഗുരുദേവ് നമുക്ക് പലതവണ പറഞ്ഞത് എന്തല്ല, ഈ എന്താണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലേ ആൻഡ് ഡിസ്പ്ലേ ഓഫ് വൺ കോൺഷ്യസ്നെസ് എന്നാണ് പറയുന്നത്. ഒരേ ഒരു ബോധത്തിന്റെ, ആ കോൺഷ്യസ്നെസിന്റെ പുറമേക്കുള്ള പ്രകടനമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആ പരമമായ കാരണം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. അപ്പൊ അതിൽ നിന്നാണ്, അതിലുണ്ടായി നിലനിന്ന് അപ്രത്യക്ഷമാവുന്ന ഈ കാര്യമായിരിക്കുന്ന പ്രപഞ്ചം യഥാർത്ഥത്തിൽ എന്താണ്? ആ പരമമായ കാരണമായ ബ്രഹ്മം തന്നെയാണ്. വേറൊന്നാവാൻ വഴിയില്ലല്ലോ എന്ന് പറയാം. കാരണം പരമമായ കാരണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ അതല്ലാതെ വേറൊന്നില്ല. പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അതൊന്ന് മാത്രമേ ഉള്ളൂ. പരമകാരണം എന്ന് പറഞ്ഞാൽ അത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല, രണ്ടാമതൊന്നുമില്ല. അപ്പൊ അതാണ് കേവലമായ വസ്തു എന്ന് പറയുന്നതാണ്. അപ്പൊ അതില് ഉണ്ടായി നിലനിന്ന് അതില് തിരിച്ചു ലയിക്കുന്ന രൂപങ്ങള്, കാര്യമായിട്ടുള്ള രൂപങ്ങള്, പിന്നെ അതല്ലാതെ വേറെ എന്താവാൻ പറ്റുമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അത് തന്നെയല്ലേ, അതാണ് യുക്തി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ബ്രഹ്മത്തില് ഉണ്ടായി, ബ്രഹ്മത്തിൽ നിലനിന്ന്, ബ്രഹ്മത്തിൽ തിരിച്ചു ലയിക്കുന്ന ഈ പ്രപഞ്ചം, ഇവിടെയുള്ള നാമരൂപങ്ങളെല്ലാം തന്നെ ബ്രഹ്മം തന്നെ അല്ലാതെ വേറൊന്നും ആവാൻ വഴിയില്ല എന്ന് യുക്തി സഹിതം പറയണം, യുക്തിപൂർവ്വം പറയണം. അപ്പൊ അതുകൊണ്ട് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തിന്റെ പ്രത്യക്ഷ രൂപമാണ് പ്രപഞ്ചം. അപ്പൊ ഈ ഒരു പരമമായ കാരണജ്ഞാനം എന്നാണ് അതിനെ പറയുക. അതിനെ അനുഭവത്തോടുകൂടി ഉപദേശിച്ച് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ വേറൊന്നും അറിയാനില്ല. അല്ലെ? ശരിയല്ലേ? കാരണം ഈ വേറെ വേറെ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്? ആ ഒരൊറ്റ വസ്തുവാണ്. അപ്പൊ അത് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥത്തിൽ വേറൊന്നും തന്നെ അറിയാനായിട്ടുണ്ടാവില്ല. അത് ഉറപ്പല്ലേ എന്ന് ചോദിക്കുക. അപ്പൊ ഇതാണ് വേദാന്തത്തിന്റെ ആ ഒരു വിജ്ഞാനം, അതിന്റെ എന്താ പറയാ, അത്ഭുതകരമായ ഒരു പരിണാമമാണ് ഈ ജ്ഞാനം എന്നാണ് പറയുന്നത്. വിജ്ഞാനം അതിലേക്കാണ് എത്തുന്നത്. അപ്പൊ ഇങ്ങനെ ആ ശ്ലോകത്തിന്റെ അവസാന ഭാഗത്തിൽ പറഞ്ഞു, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊന്നും അറിയാനുണ്ടാവില്ല. അതുകൊണ്ടാണ് സമഗ്രം എന്ന് പറയാനുള്ള കാര്യം. ഈ ഒരു ജ്ഞാനം, അല്ലെ? അത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് അറിയേണ്ടത്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ഇവിടെ അറിയാനുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒന്നാം ശ്ലോകത്തിലെ സമഗ്രം എന്ന പദത്തിന് വിവരണം നൽകിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു അറിവുണ്ടെങ്കിൽ, ഈ ലോകത്തിൽ അങ്ങനെ ഒരു അറിവുണ്ടോ? അങ്ങനെ ഒരു അറിവുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ആ അറിവ് കിട്ടുന്നില്ല? അല്ലെ? അത് കിട്ടേണ്ടതല്ലേ, എല്ലാവർക്കും ആ ഒരു അറിവ് കിട്ടേണ്ടതല്ലേ? പക്ഷെ ആ ഒരു അറിവ് എല്ലാവർക്കും കിട്ടുന്നില്ല. അപ്പൊ അതിനെന്താ കാരണം എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ, മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഈ ഒരു അറിവ് കിട്ടാത്തത്? പരമമായ കാരണം ബ്രഹ്മമാണ്. അത് വിജ്ഞാന സഹിതം, അല്ലെ? ആ ജ്ഞാനം വിജ്ഞാന സഹിതം എന്തുകൊണ്ട് എല്ലാവർക്കും നേടാനായിട്ട് പറ്റുന്നില്ല? ശരിയാണല്ലോ, എല്ലാവർക്കും അറിയാൻ പറ്റില്ല. സത്യം അതാണ്. എല്ലാറ്റിന്റെയും കാരണം, പരമമായ കാരണം എന്ന് പറയുന്നത് അതാണ്, ബ്രഹ്മമാണ്. പക്ഷെ എല്ലാവർക്കും അത് അറിയാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ എന്താണ് അതിന് കാരണം? അതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. അത് നമ്മൾക്ക് നാളെ നോക്കാം. നാളെ അതിനെക്കുറിച്ച് നമുക്ക്, അത് വളരെ രസമാണ്. ക്ലോസ് യുവർ ഐസ്, കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ, നട്ടെല്ല് നിവർന്നിരിക്കുന്നു, കൈകൾ മടിമേൽ മലർത്തി വെക്കാം, ദീർഘമായി ശ്വാസം എടുക്കൂ, സാവകാശം പുറത്തേക്ക് വിടാം. മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ. അവനവനിൽ തന്നെ വിശ്രമിക്കൂ. ബി വിത്ത് യുവർസെൽഫ്. ഓം സം സമിദ്ധ്യുവസേ വൃഷൻ അഗ്നേ വിശ്വാനര്യ ഇലസ്പദേ സമിധ്യസേ സനോവശൂന്യാഭര സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനതാ
ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസത്തെ. സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃസഹ ചിത്തമേഷാം. സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി. സമാനീവ ആഹൂതിഃ സമാനാ ഹൃദയാനിവഹ. സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി. നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ. നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. നിസ്സന്ധം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.